ഹേയോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും സുഖമല്ലേ? എന്നെ ഒരു 5-8 ദിവസമായി എന്നെ കണ്ടിട്ട് നിങ്ങൾക്കറിയാം. ബട്ട് ഞാൻ കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ടാണ് വ്ളോഗ്സ് ഇടാൻ മറന്നു പോയത്. പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ സൈസ് ദഫിറ്റിൻ്റെ കുറച്ച് ഡെലിവറി പരിപാടീസ് കാര്യങ്ങളുണ്ട്. പിന്നെ നല്ലൊരു സൺഡേ ആയതിനാൽ എങ്ങോട്ടെങ്കിലൊക്കെ പോകണം. അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അതിൻ്റെയൊക്കെ വൈത്തലാണ് ഞാൻ. ഗൈസ്, എൻ്റെ ചാർജർ തപ്പിയിട്ടുള്ള നടത്തത്തിലാണ്. കിട്ടി ചാർജർ വേണം, എല്ലാം തന്നെ പണി പാടും. പുറത്ത് ചെറിയൊരു മഴ ഉണ്ട്, എന്നാൽ പോലും നമുക്ക് പോകാൻ നിർബന്ധമാണ്. അപ്പം അതിന് പോകണം. ഡോറ് ലോക്ക് ചെയ്തിട്ട് കിട്ടണില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ പുറത്തേക്ക് ഇറക്കിയപ്പോൾ മഴ ഇത് എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. വണ്ടി നോക്കിയാൽ കാണാം, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പക്ഷേ ഇറങ്ങാൻ നിൽക്കുമ്പോൾ മഴ ചെയ്യണം, എന്ത് ശോകമാണ് ഗൈസ്. എന്തായാലും മഴ ഒന്ന് ചോരട്ടെ, എന്നിട്ട് പോവാം ഗൈസ്. മഴക്ക് ചെറിയൊരു കുറവുണ്ട്, നമുക്ക് നേരെ പോവാം. കാരണം എനിക്ക് ലേറ്റ് ആവാൻ പറ്റില്ല. അപ്പം ഞാൻ ഏതായാലും പോട്ടെ, ബാങ്ക് കൊടുക്കണ്ട, അധികം സംസാരിക്കുന്നില്ല. ഫൈനലി നമ്മൾ അബ്ദുൻ്റെ ഇടയിലെത്തിയിരിക്കുകയാണ്. അപ്പം കട അടച്ചുകൊണ്ട് നിൽക്കുന്ന തിരക്കിലാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് റൈസിനെ വിളിക്കണം. ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഈ സാധനങ്ങൾ എടുക്കാനും ഇനി താഴത്തെ സാധനം എടുക്കാനും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് റൈസിനെ വിളിക്കണം, പോകണം. ഇത്ര പരിപാടിയേ ഉള്ളൂ, ഈസി. പിന്നെ പറഞ്ഞാൽ ആകെ ഒരു ചടപ്പ് മഴ പെയ്യുക എന്നുള്ളൊരു സംശയം മാത്രമുണ്ട്, ബാക്കിയൊന്നുമില്ല. മഴ പെയ്താൽ എങ്ങനെ പോകും? വെരി ഈസി. മഴ കൊണ്ടുപോകുന്നത് സീനില്ല, പേടിച്ചല്ലോ. ഓ, ഇൻസാഫിന്റെ പവർ ബാങ്ക് ഉണ്ടായിട്ടെന്നായി ഗൈസ്. ഇതൊരു അത്യാവശ്യ സാഹചര്യത്തിൽ വാങ്ങിയാണ്. ഇതിനെ കൊണ്ട് കുറെ ഉപകാരം ഉണ്ടായിക്കണ്. എന്തായാലും ഇതിൽ ചാർജ് ഇല്ലടാ. ഇതിൽ ചാർജ് ഉണ്ടെങ്കിൽ എനിക്ക് വ്ളോഗിന് ഉപകാരപ്പെടുമായിരിക്കും. എന്തെങ്കിലും കൊടുക്കണം, കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. ഇങ്ങനെ കട പൂട്ടി ഗൈസ്. കട പൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പോവാണ്. ഇനി റൈസിൻ്റെ അവിടെ പോകണം, റൈസിനെ പിക്ക് ചെയ്യണം, പോകണം. അതാണ് പരിപാടി ഗൈസ്. ഈ സാധനമാണ് കൊടുക്കാറുള്ളത്. റൈസ് വന്ന് ഗൈസ്. നവാസ് അബ്ദു ആണ് കണ്ണിന് കുത്തുപിടിക്കുന്നൊക്കെ നോക്കട്ടെ. അങ്ങനെ നമ്മൾ പോകുന്നു. പോയിട്ട് റൈസിന് കുറച്ച് അർജന്റ് ഉണ്ട് പറഞ്ഞു. സോ വേഗം പോയി വേഗം വരും. ഇല്ലടാ, ഇപ്പൊ തന്നെ അതിൽ കയറിയത്. ക്യാമറ ഉണ്ടായതിനാൽ നടക്കണം, അതാണ് ഏറ്റവും വലിയ. ഓടണം, അമ്മേ ഓടണം. ഇതൊക്കെ കണ്ട ഗൈസ്, ക്യാമറ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചത്. ഇതേണ്ട, ദിസ് ഈസ് ദ ക്യാമറ. സോ ഓടിക്കാൻ നടന്നിപ്പോ പോണം ഗൈസ്. സ്റ്റിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും 3 കിലോമീറ്റർ ഓൺലി. കറണ്ടിന്റെ വണ്ടിയാണ്ട് സുഖം, സൗണ്ട് അറിയില്ല ഗൈസ്. ഫൈനലി നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ പറഞ്ഞത് കുറച്ച് തിരക്കിലായിരുന്നു. കായ്ക്കാർ കായ് എടുക്കാൻ വന്നിരിക്കുന്നു, നമ്മൾ നോക്കിയിരിക്കാൻ വന്നിരിക്കുന്നു. അല്ലേ കായ്ക്കാരൻ? ഓ ഗൈസ്, ഡെലിവറി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ചേളായിരുത്തി ഗൈസ്. ഇനി നേരെ നാട്ടിൽ പോയിട്ട് എന്താ പരിപാടി എന്ന് പ്ലാൻ ചെയ്യണം. ചിലപ്പോൾ വരെ പോവും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കും. ഓ ഗൈസിൻ്റെ വരെ കയറണം. നമുക്ക് പിന്നെ എന്താ പ്ലാൻ നോക്കണം. വരുന്ന വരത്തിൽ വീണ്ടും ക്യാമറ അഞ്ഞും നടക്കണം. ഇതാണ് പ്രശ്നം. ക്യാമറ ഉണ്ടായതുകൊണ്ട് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ത്രിബിൾ ആയതുകൊണ്ട് നടന്നു പോകണം. അതാണ് പ്രശ്നം. ഫൈനലി നമ്മൾ അബ്ദുൻ്റെ വീട്ടിലെത്തി. നമുക്കൊരു ചെറിയൊരു സംഭവം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ചിലപ്പോൾ ഞാനിപ്പോൾ വരെ പോകും, കാരണം ടൈം പോയത് ഞാൻ അറിയില്ല. നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു ഗൈസ്, സ്കാർഫേസിൻ്റെ ഒരു ലാർജ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇത്രയും പീസസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനോ കാര്യങ്ങളോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈസ് ദ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് DM ചെയ്താലും മതി, ഞാൻ സെറ്റാക്കി തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. 169 രൂപയുള്ളൂ പെർ ടീഷർട്ടിന്. എല്ലാവരും ഒന്ന് കയറി നോക്കി പർച്ചേസ് ചെയ്യാം, സെറ്റാക്കാം ഗൈസ്. അങ്ങനെ ഫൈനലി എനിക്ക് ഡെലിവറി ചെയ്യാനുള്ള സാധനമായിട്ട് ഇറങ്ങി ഗൈസ്. ഇപ്പം തന്നെ സമയം 10 മണി. ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ വണ്ടീൻ്റെ എണ്ണ ആയി എന്ന് വിചാരിച്ചു, പക്ഷേ വണ്ടീൻ്റെ എണ്ണ കഴിഞ്ഞില്ല, എന്നെ രക്ഷിച്ചു ഗൈസ്. ഞാനിവിടെ വന്നപ്പോൾ ഒരാൾ ഇവിടെ പഠിക്കണേ, ഒരാൾ ഇവിടെ പഠിക്കണേ. ഇത് പറഞ്ഞ് ഷോ ആട്ടോ, അത് കുറച്ച് കഴിയുമ്പോൾ കാണാം. കണ്ടാ, നാളെ ഏതാ എക്സാം? കെമിസ്ട്രിക്കുള്ള പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. തുണ്ട ഏതാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കഴിഞ്ഞ എക്സാം എങ്ങനെയുണ്ട്? ഫിസിക്സ് എങ്ങനെയുണ്ട് പറയില്ലേ? ഞാൻ ഇതേമാതിരി ഇടും, ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യില്ല. ഞാൻ ഇതേമാതിരി എല്ലാ വീഡിയോയിലും. എനിക്ക് ഏതാ എക്സാം? കഴിഞ്ഞ എക്സാം എങ്ങനെയുണ്ട്? ഫിസിക്സിന്റെ ഇത് പറഞ്ഞില്ല, അറിയില്ല, പൊട്ടുന്നാണ് തോന്നണത്. എത്ര ഇവിടെ റിസൾട്ട് എന്തായാലും നമുക്ക് നോക്കണം. ഇവിടെ റിസൾട്ട് നോക്കിയിട്ട് വേറെ ആരെ റിസൾട്ട് നമ്മൾ നോക്കുക. ഞാൻ ഇവിടെ വന്നപ്പം കുറച്ച് തരി ബാലൻസ് ഉണ്ട്, കുറച്ച് തരി കഴിക്കാം. എന്താടേ, തരി ഫുള്ളായോ, കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം.
വക്കത്തെത്തി. മധുരം കുറച്ച് കുറവാണ്. ഗൈസ് ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലത്തെ ഓർഡർ ഒന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ പാടെന്ന് അറിയില്ല. ഞാൻ നീക്കാൻ കുറച്ചധികം ലേറ്റായി. ഇപ്പോൾ ടൈം 11:30. പക്ഷേ പോസ്റ്റ് ഓഫീസ് 10 മണിക്കറ്റേ തുറക്കുള്ളൂ. കുഴപ്പമില്ല, എന്നാലും എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. സോ ഗൈസ് അങ്ങനെ ഫൈനലി ഞാൻ പോസ്റ്റ് ഓഫീസിലെത്തി ഗൈസ്. ബിലാലിൻ്റെ കടൻ്റെ തൊട്ടാൽ തന്നെ പോസ്റ്റ് ഓഫീസ്. ജസ്റ്റ് അവിടെ പോയിട്ടൊന്ന് കൊടുക്കാം പോരാം. പിന്നെ അത്ര തന്നെ പരിപാടിയുള്ളൂ. ഫൈനലി നമ്മൾ സാധനം കൊടുത്തു കഴിഞ്ഞു. ബിലാൽ ഉറക്കത്ത് നോക്കിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ സാധനം എത്തും. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ പരിപാടി. നേരെ വീട്ടിൽ പോവുക, കുറച്ച് അല്ലറ ചില്ലറ പരിപാടി, അത് കഴിഞ്ഞ് ഇത് കടന്നുറങ്ങാം. ഗൈസ് എൻ്റെ വണ്ടിൻ്റെ കോലം ഭയങ്കര ഷോക്കാണ്. ഫുള്ള് ചളിയാണ്. ഒരു ദിവസം എന്തായാലും വാഷ് ചെയ്യണം. കാരണം എന്തായാലും പെരുന്നാൾ അടുപ്പിച്ചേക്കാം, അതാകുമ്പോൾ ഒരു ഏകല്ലോ ഒതുങ്ങല്ലോ. ഗൈസ് അങ്ങനെ ഞാൻ കുറേ നേരം ബിലാലിൻ്റെ കടയിൽ നിന്നിപ്പോൾ 2:40 ആയപ്പോഴാണ് ഇറങ്ങണേ. ഇനി നേരെ വീട്ടിൽ പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുള്ളൂ. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ കാണാം. ബൈ.